ഇതുവരെ നമ്മൾ ചന്ദ്രനെ കണ്ടിരുന്നത് ഒരു ആകാശവിസ്മയമായിട്ടായിരുന്നല്ലോ. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ചന്ദ്രൻ ഇനി വെറും ഒരു ഉപഗ്രഹം മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു ബിസിനസ് ഹബ്ബ് കൂടിയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. 2036ഓടെ ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാനാണ് റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസിന്റെ പ്ലാൻ. വെറുതെ ഒരു പ്ലാൻ മാത്രമല്ല, ഇതിനായിട്ടുള്ള ഒഫീഷ്യൽ കോൺട്രാക്ട് അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. എന്തിനാണ് ചന്ദ്രനിൽ ഒരു ആണവ നിലയം? അവിടെ ആർക്കാണ് ഇത്രയും അധികം പവർ വേണ്ടത്? ഇതിന് പിന്നിൽ ലക്ഷക്കണക്കിന് കോടികളുടെ ഒരു ലൂണ ഗോൾഡ് റഷ് തന്നെയുണ്ട്. അതെന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. റഷ്യയും ചൈനയും കൈകോർക്കുന്ന ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ആണവ നിലയം വരുന്നത്. സൺലൈറ്റ് കൃത്യമായി ലഭിക്കാത്ത ചന്ദ്രന്റെ ഭാഗങ്ങളിൽ പോലും തടസ്സമില്ലാതെ പവർ കിട്ടാൻ ഒരു ന്യൂക്ലിയർ റിയാക്ടർ അത്യാവശ്യമാണെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞർ പറയുന്നു. ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനുമായി ചേർന്നാണ് റഷ്യ ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സ്മോൾ സ്കെയിൽ ന്യൂക്ലിയർ റിയാക്ടർ ആണ്. അപ്പോൾ അവിടെയാണ് സംശയം. ബട്ട് വൈ? എന്തിനാണ് ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ എനർജി? എന്തുകൊണ്ട് സോളാർ പാനൽസോ സൗരോർജമോ ഇല്ല, അല്ലെങ്കിൽ എടുക്കുന്നില്ല? അവിടെയാണ് കാര്യം. ചന്ദ്രനിലെ ഒരു രാത്രി എന്ന് പറയുന്നത് ഭൂമിയിലെ 14 ദിവസമാണ്, അതായത് 2 ആഴ്ചയാണ്. അതിശക്തമായ തണുപ്പും ഇരുട്ടും നിറഞ്ഞ ഈ 2 ആഴ്ചക്കാലം സോളാർ പാനലുകൾ വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുക അസാധ്യമാണ്. ചന്ദ്രനിൽ മനുഷ്യർക്ക് താമസിക്കണമെങ്കിലും വലിയ മെഷീനുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിലും തടസ്സമില്ലാത്ത പവർ സപ്ലൈ വേണം. ഇതിന് ഏക പോംവഴി എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി മാത്രമാണ്. ഈ ആണവ നിലയം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയിരിക്കും. അതായത് മനുഷ്യ സഹായമില്ലാതെ റോബോട്ടുകൾ മാത്രമായിരിക്കും ഇത് ചന്ദ്രനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. റഷ്യയുടെ റൊസാറ്റോം എന്ന ന്യൂക്ലിയർ ഭീമൻ ഇതിനകം തന്നെ ഇതിന്റെ ഡിസൈൻ വർക്കുകൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേവലം 1 കിലോ ഹീലിയം 3ക്ക് ഏകദേശം $20 മില്യൺ, അതായത് 170 കോടിയോളം രൂപ വരെയാണ് വില കണക്കാക്കുന്നത്. അപ്പോൾ ചന്ദ്രനിലെ ഈ നിക്ഷേപം കൈക്കലാക്കുന്ന രാജ്യം ഭാവിയിൽ ലോകത്തെ എനർജി സെക്ടർ ഭരിക്കുമെന്ന് ചുരുക്കം. ചന്ദ്രനിലെ ഈ നിക്ഷേപം മൈൻ ചെയ്ത് ഭൂമിയിലെത്തിക്കാൻ വൻ ശക്തികൾ തമ്മിൽ വലിയൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. റഷ്യ മാത്രമല്ല ഈ ഓട്ടത്തിലുള്ളത്, അമേരിക്കയും ഇതിൽ ഒട്ടും പിന്നിലല്ല. നാസയുടെ ആർടെമിസ് പ്രോഗ്രാം വഴി അവർ ചന്ദ്രനിൽ മനുഷ്യരെ തിരിച്ചെത്തിക്കാനും 2030ഓടെ ചന്ദ്രനിൽ ഒരു റിയാക്ടർ സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയുടെ ഇസ്രോയും തങ്ങളുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളിലൂടെ സൗത്ത് പോളിലെ ജലസാന്നിധ്യത്തെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുകയാണ്. എന്നാൽ ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അവിടുത്തെ റേഡിയേഷൻ, അതിശക്തമായ തണുപ്പ്, പിന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇവയെല്ലാം വലിയ കടമ്പകളാണ്. ഇതൊന്നും കൂടാതെ ചന്ദ്രനെ ആരെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ രാജ്യാന്തര തർക്കങ്ങൾക്കും അല്ലെങ്കിൽ സ്പേസ് കോൺഫ്ലിക്ട്സിന് വഴിതെളിച്ചേക്കാം. അപ്പോൾ സംഗതി ഇതാണ്, ചന്ദ്രൻ ഇപ്പോൾ ഒരു പുതിയ ബാറ്റിൽ ഫീൽഡായി മാറിക്കഴിഞ്ഞു. വിഭവങ്ങൾ ആര് ആദ്യം കൈക്കലാക്കുമെന്ന കാര്യത്തിൽ വൻ ശക്തികൾക്കിടയിൽ വലിയൊരു സ്പേസ് റേസ് തന്നെയാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ ചന്ദ്രൻ ഇനി വെറും ഒരു ശാസ്ത്ര പരീക്ഷണശാലയല്ല, മറിച്ച് വരാനിരിക്കുന്ന നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. 2036-ൽ റഷ്യയുടെ ആണവ നിലയം യാഥാർത്ഥ്യമായാൽ അത് മനുഷ്യരാശിയുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാകും. ഭൂമിയിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് ചന്ദ്രൻ ഒരു ശാശ്വത പരിഹാരമാകുമോ, അതോ വൻ ശക്തികൾ തമ്മിലുള്ള പുതിയൊരു യുദ്ധത്തിന് ഇത് കാരണമാകുമോ? കണ്ടറിയണം.